ഗവൺമെന്റിന്റെ പ്രഖ്യാപനങ്ങൾ ഒന്നൊന്നായി നടപ്പാക്കി തുടങ്ങിയിരിക്കുന്നു. നഴ്സുമാരുൾപ്പെടെയുള്ളവരുടെ സാലറി വർധനവ്, അതും മുൻകാല പ്രാബല്യത്തോടെ. ഏപ്രിൽ 1 മുതലുള്ള വർധനവാണ്. മുൻകാല പ്രാബല്യത്തോടെ സാലറി നൽകാനുമുള്ള തീരുമാനമാണ് ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത്. നഴ്സുമാർക്ക് മാത്രമല്ല, എല്ലാ ബാൻഡുകളിലും ജോലി ചെയ്യുന്ന NHS ജോലിക്കാർക്കാണ് സാലറി വർധനവ് നടപ്പാക്കുക. അതുകൂടാതെ ടീച്ചർമാർക്കും സാലറി വർധനവ് നിലവിൽ വരും. പബ്ലിക് സർവീസ് ജോലിക്കാർക്കെല്ലാം 3.5% സാലറി നൽകാനുള്ള തീരുമാനങ്ങളായിരുന്നു മുൻപ് സ്വീകരിച്ചതെങ്കിൽ അതിൽ നിന്ന് മാറ്റങ്ങൾ വരുത്തി NHSലെ എല്ലാ ബാൻഡുകളിലും ജോലി ചെയ്യുന്നവർക്കും ടീച്ചർമാർക്കും സാലറി വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമാണ് ഗവൺമെന്റ് സ്വീകരിച്ചതും. UK ഹെൽത്ത് കെയർ മേഖലയിൽ ജൂനിയർ ഡോക്ടർമാരുടെ സമരം വലിയ പ്രതിസന്ധികളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഗവൺമെന്റിന്റെ പുതിയ തീരുമാനമനുസരിച്ച് ജൂനിയർ ഡോക്ടർമാർക്ക് 22.3% സാലറി വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമാണ് നടപ്പാക്കുന്നത്. എന്നാൽ അത് അടുത്ത 2 വർഷങ്ങൾക്കുള്ളിൽ മാത്രമാണ് ഇത്രയും സാലറി വർധനവ് നിലവിൽ വരിക. UK NHS ഹോസ്പിറ്റലുകളിൽ ചികിത്സകൾക്കായി കാത്തിരിക്കുന്നവരുടെ എണ്ണം ദിവസേന വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സമരങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ ലേബർ ഗവൺമെന്റ് നടപ്പാക്കി തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമരങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിന് വേണ്ടി യൂണിയനുകളുമായി ചർച്ച നടത്തി ആവശ്യമായ സാലറി വർധനവ് നടപ്പാക്കി NHSലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നടപടികൾക്കാണ് ഇപ്പോൾ തുടക്കമായിരിക്കുന്നത്. UK എല്ലാ മേഖലകളിലും സമരങ്ങൾ ഇല്ലാതാക്കുക എന്ന് തന്നെയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ യൂണിയനുകളുമായി ചർച്ച നടത്തി പല മേഖലകളിലും ഇപ്പോൾ നിലനിൽക്കുന്ന പ്രതിസന്ധികൾ ഇല്ലാതാക്കും. ജൂനിയർ ഡോക്ടർമാരുടെ സമരങ്ങളും ഇല്ലാതാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് പുതിയ സാലറി വർധനവ് പ്രസ്താവനയിലൂടെ ഉണ്ടായിരിക്കുന്നത്. UK നഴ്സുമാരുടെയും ടീച്ചേഴ്സിന്റെയും മാത്രം സാലറി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ചെലവാക്കുക 9.4 ബില്യൺ പൗണ്ടാണ്. ഇത്രയും വലിയൊരു തുക എങ്ങനെ കണ്ടെത്തുമെന്നതിനെക്കുറിച്ച് കൃത്യമായ ഉത്തരം ചാൻസലർ റേച്ചൽ റീവ്സ് നൽകിയിട്ടുമില്ല. UK ഹെൽത്ത് കെയർ മേഖലയിൽ ഏറ്റവും അധികം ക്രിട്ടിക്കൽ കെയർ നൽകുന്ന ഒരു വിഭാഗമാണ് നഴ്സുമാരെന്നും അതുകൊണ്ട് തന്നെ നഴ്സുമാരുടെ സാലറി വർദ്ധിപ്പിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ട എന്ന നിലപാട് യൂണിയനുകളും സ്വീകരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മുൻപ് തീരുമാനിച്ചതിനേക്കാൾ കൂടുതൽ സാലറി വർധനവ് നടപ്പാക്കാൻ ഗവൺമെന്റ് തയ്യാറായതും RCN ഉൾപ്പെടെയുള്ള യൂണിയനുകൾ സാലറി വർധനവ് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അവർ ആവശ്യപ്പെട്ട അത്രയും സാലറി വർദ്ധിപ്പിക്കുമെന്നുള്ള പ്രതീക്ഷയില്ലായിരുന്നു. എന്നാൽ രാജ്യത്തെ NHS ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യുന്നവർക്ക് സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണ് ഗവൺമെന്റ് നൽകിയതും. സാലറി വർധനവ് മുൻകാല പ്രാബല്യത്തോടെ നടപ്പാക്കിയാലും അത് എപ്പോൾ നൽകുമെന്നോ അത് എത്ര തവണയായി നൽകുമെന്നോ എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ റിപ്പോർട്ടുകൾ ഇനിയും നൽകിയിട്ടുമില്ല. അടുത്ത വർഷം മാർച്ച് ആകുമ്പോഴേക്കും സാലറി വർധനവ് പൂർണ്ണമായും നിലവിൽ വരും. കഴിഞ്ഞ ഏപ്രിൽ 1 മുതലുള്ള സാലറി വർധനവ് പല തവണകളായിട്ടായിരിക്കും നൽകുക. ഇപ്പോൾ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്ന സാലറി വർധനവ് നടപ്പാക്കുമ്പോൾ നഴ്സുമാർക്ക് എത്ര സാലറി ലഭിക്കുമെന്ന് നോക്കാം. ന്യൂലി ക്വാളിഫൈഡ് നഴ്സുമാരാണെങ്കിൽ അതല്ലെങ്കിൽ കുറച്ചു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ അവരുടെ സാലറിയിൽ എന്ത് വ്യത്യാസം വരുമെന്ന് നോക്കാം. UK ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന സാലറി വർധനവ് അനുസരിച്ച് ഒരു ന്യൂലി ക്വാളിഫൈഡ് നഴ്സിന് മിനിമം ലഭിക്കുന്ന സാലറി 29,969 പൗണ്ടാണ്. ഇന്ത്യൻ രൂപയിൽ പറഞ്ഞാൽ ഒരു വർഷം ലഭിക്കുക ഏകദേശം 30 ലക്ഷത്തോളം രൂപ. ഇത് ബേസിക് സാലറിയാണ്. വീക്കെൻഡ്സിലും നൈറ്റിലും ഒക്കെ ജോലി ചെയ്യുമ്പോൾ ഇതിൽ കൂടുതൽ സാലറി ലഭിക്കുകയും ചെയ്യും. 2 വർഷക്കാലം എക്സ്പീരിയൻസ് ഉള്ള നഴ്സുമാരാണെങ്കിൽ അവർക്ക് ലഭിക്കുക 32,324 പൗണ്ടാണ്. ഏകദേശം 32 ലക്ഷം ഇന്ത്യൻ രൂപ ഒരു വർഷം ലഭിക്കുക. ഇനി ബാൻഡ് 6 ലെവലിലുള്ള നഴ്സുമാരാണെങ്കിൽ അവർക്ക് ലഭിക്കുക 37,339 പൗണ്ടാണ്. ഒരു വർഷത്തെ ആനുവൽ സാലറിയാണിത്. ഇത് സ്റ്റാർട്ടിംഗ് ആനുവൽ സാലറിയാണ്. ഓരോ വർഷം കഴിയും തോറും സാലറിയിൽ വർധനവുണ്ടാകും. അതുകൂടാതെ വീക്കെൻഡ്സിലും നൈറ്റിലും ബാങ്ക് ഹോളിഡേസിലും ഒക്കെ ജോലി ചെയ്യുമ്പോൾ അവർക്ക് കൂടുതലായി ഗവൺമെന്റ് നൽകുന്ന ആ ഒരു എക്സ്ട്രാ അലവൻസ് ലഭിക്കുകയും ചെയ്യും. ഇത് ബേസിക് സാലറി മാത്രമാണ്. ഓരോ ട്രസ്റ്റുകളെയും അനുസരിച്ച് സാലറിയിൽ വ്യത്യാസമുണ്ടാകും. പല ട്രസ്റ്റുകളും കൂടുതൽ സാലറിയാണ് നൽകാറുള്ളത്. ലണ്ടൻ ഉൾപ്പെടെയുള്ള സിറ്റികളിലാണെങ്കിൽ ഹൈ കോസ്റ്റ് ലിവിംഗ് എക്സ്പെൻസ് ഉണ്ട്. അത് അഡീഷണൽ ആയി ലഭിക്കുകയും ചെയ്യും. തീർച്ചയായും നല്ലൊരു വർധനവ് തന്നെയാണ് NHS ജോലിക്കാരുടെ കാര്യത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. UK ജീവിത ചെലവിന് ആനുപാതികമായി സാലറി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം കുറെ കാലമായി ഉണ്ടായിരുന്നു. പബ്ലിക് സെക്ടറിലെ പല ജോലി സ്ഥലങ്ങളിലും സമരങ്ങൾ നിലവിൽ വന്നു. ഈ സാഹചര്യത്തിൽ പബ്ലിക് സെക്ടർ ജോലിക്കാരുടെ സാലറി വർദ്ധിപ്പിക്കുന്നതിന് ഗവൺമെന്റിന് അഡീഷണലായി ചെലവാവുക 9 ബില്യൺ പൗണ്ടാണ്. ഏകദേശം 20 ബില്യൺ പൗണ്ടിന്റെ കുറവാണ് ഇപ്പോൾ പുതിയ ബജറ്റിൽ പ്രതീക്ഷിക്കുന്നതും. ഇത്രയും വലിയ തുക സാലറി വർധനവിനായി വേണ്ടിവരുമ്പോൾ പല മേഖലകളിലും ടാക്സ് വർദ്ധിപ്പിക്കേണ്ടി വരും. എന്നാൽ സാധാരണക്കാരുടെ ടാക്സ് വർദ്ധിപ്പിക്കില്ല എന്ന ഉറപ്പുകൂടിയാണ് ഗവൺമെന്റ് നൽകിയിരിക്കുന്നത്. പല മേഖലകളിലും ടാക്സ് വർധന ഉണ്ടാകുമെന്ന സൂചന ചാൻസലർ റേച്ചൽ റീവ്സ് ഓൾറെഡി നൽകി കഴിഞ്ഞു. പ്രൈവറ്റ് സ്കൂളുകളുടെ കാര്യത്തിൽ, കൌൺസിൽ ടാക്സിന്റെ കാര്യത്തിലെല്ലാം ഒരു വർധനവ് ഉണ്ടാകുമെന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നതും. കൂടുതൽ സമ്പന്നരായവരിൽ നിന്ന് കൂടുതൽ ടാക്സ് ഈടാക്കുന്ന ഒരു നടപടി തന്നെയായിരിക്കും ലേബർ ഗവൺമെന്റ് നടപ്പാക്കുക. സാധാരണക്കാർക്ക്, ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുക. ജോലി ചെയ്യാതെ കഴിയുന്നവരെ ജോലികളിലോട്ട് തിരികെ എത്തിക്കുക. സമ്പന്നരായവർ കൂടുതൽ ടാക്സ് നൽകുന്ന രീതി തന്നെയായിരിക്കും പുതിയ ടാക്സ് സിസ്റ്റത്തിലൂടെ നടപ്പാക്കുക. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇൻഹെറിറ്റൻസ് ടാക്സ് ഉൾപ്പെടെയുള്ള ഒട്ടേറെ കാര്യങ്ങളിൽ ചേഞ്ച് വരുമെന്ന സൂചന അവർ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ UK എത്തിയിട്ടുള്ളവർക്കെല്ലാം വീട് വാങ്ങാൻ കഴിയുന്ന അനുകൂല സാഹചര്യങ്ങൾ തന്നെയായിരിക്കും വരും ദിവസങ്ങളിൽ ഉണ്ടാവുക. ഇപ്പോൾ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്ക് കുറച്ചിരിക്കുന്നു. 5.25% ഉണ്ടായിരുന്ന പലിശ നിരക്കാണ് 5% കുറയ്ക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി മാത്രമാണ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ഗവൺമെന്റ് കുറച്ചിരിക്കുന്നത് 0.25% ടാക്സ്. പിന്നീട് രാജ്യത്തെ ഇൻഫ്ലേഷൻ ഉൾപ്പെടെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടായിരിക്കും കൂടുതൽ ടാക്സ് ഇളവുകൾ ഫ്യൂച്ചറിൽ ഉണ്ടാവുക. ഇപ്പോൾ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്ന സാലറി വർധനവ് രാജ്യത്തെ ഇൻഫ്ലേഷനിൽ വീണ്ടും വർധനവുണ്ടാക്കുമെന്നും അതുകൊണ്ട് തന്നെ വീണ്ടും പലിശ നിരക്ക് കുറയ്ക്കുകയാണ്
ചോദിക്കുകയാണെങ്കിൽ എത്ര കുറയ്ക്കുമെന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു ഉത്തരം ഇപ്പൊ നൽകാനുമാകില്ല. എങ്കിലും ഫ്യൂച്ചറിൽ തീർച്ചയായും പലിശ നിരക്ക് കുറയ്ക്കാൻ തന്നെയാണ് സാധ്യത. പുതിയ തീരുമാനം മോർഗേജ് ഇൻട്രസ്റ്റ് റേറ്റുകളിൽ മാത്രമല്ല ക്രെഡിറ്റ് കാർഡ് ഉൾപ്പെടെയുള്ള ഒട്ടേറെ മേഖലകളിൽ പ്രതിഫലിക്കും. തീർച്ചയായും ബാങ്കുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വായ്പ എടുത്തിട്ടുള്ളവർക്ക് നല്ലൊരു സമയം തന്നെയാണ് വരാൻ പോവുക. എന്നാൽ പുതിയ സാഹചര്യത്തിൽ വീടുകളുടെ വില വർദ്ധിക്കുമെന്ന മുന്നറിയിപ്പ് സാമ്പത്തിക വിദഗ്ധർ നൽകി കഴിഞ്ഞു. വീടുകൾ വാങ്ങാൻ വേണ്ടി ബാങ്കുകളിൽ നിന്ന് ലോൺ എടുക്കുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടാകും. കുറഞ്ഞ പലിശ നിരക്ക് ആയതുകൊണ്ട് തന്നെ കൂടുതൽ പേർ വീട് വാങ്ങാനും തയ്യാറാകും. ഇപ്പോൾ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് കുറച്ചിരിക്കുന്ന പലിശ നിരക്ക് മോർഗേജ് ലോണുകൾ ഉള്ളവർ അത് റിന്യൂ ചെയ്യുമ്പോൾ മാത്രമാണ് അതിന്റെ ബെനിഫിറ്റുകൾ ലഭിക്കുക. ഇപ്പോൾ വേരിയബിൾ ഇൻട്രസ്റ്റ് റേറ്റിൽ ലോൺ എടുത്തിട്ടുള്ളവർക്ക് അതിന്റെ ആനുകൂല്യം ലഭിക്കുമെങ്കിലും ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റിൽ ലോൺ എടുത്തിട്ടുള്ളവർക്ക് ഇതിന്റെ പ്രയോജനം ഇപ്പോൾ ലഭിക്കുകയില്ല. അത് അവർ റിന്യൂ ചെയ്യുന്ന സമയത്തായിരിക്കും അവർക്ക് ഇതിന്റെ ആനുകൂല്യങ്ങൾ ഉണ്ടാവുക. കുറച്ചുനാൾ മുൻപ് ലോൺ എടുത്തവരെ സംബന്ധിച്ചിടത്തോളം 2 വർഷത്തെയോ 5 വർഷത്തെയോ ഒക്കെയാണ് ലോൺ എടുത്തിരിക്കുന്നത്. അത് ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റിലാണ് എടുത്തിരിക്കുന്നതെങ്കിൽ അവർക്ക് ആ സെയിം ഇൻട്രസ്റ്റ് റേറ്റ് തന്നെയാണ് അവരുടെ ടേം തീരുന്നത് വരെ അടയ്ക്കേണ്ടത്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ പുതിയ പ്രഖ്യാപനം വന്നതോടെ പ്രധാന ബാങ്കുകളൊക്കെ വീണ്ടും പലിശ നിരക്കുകൾ കുറയ്ക്കാൻ ആരംഭിച്ചു. HSBCയും നാഷൻ വൈഡും ഉൾപ്പെടെയുള്ള പ്രധാന ബാങ്കുകളെല്ലാം ആ പ്രഖ്യാപനം ഉടനെ നടത്തുകയും ചെയ്തു. UK-യിൽ ലോണുകൾ ലഭിക്കാൻ വളരെ എളുപ്പമായതുകൊണ്ട് തന്നെ നിരവധി പേരാണ് ബാങ്കുകളിൽ നിന്ന് പലതരത്തിലുള്ള ലോണുകൾ എടുത്തിട്ടുള്ളത്. അവർ വേരിയബിൾ ഇൻട്രസ്റ്റ് റേറ്റിലാണ് ലോൺ എടുത്തിട്ടുള്ളതെങ്കിൽ പലിശ നിരക്ക് കുറച്ചതിന്റെ പ്രയോജനം അവർക്കും ലഭിക്കും. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്കുകളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ നടപ്പാക്കിയാൽ അത് രാജ്യത്തെ എല്ലാ മേഖലകളിലും തന്നെ അതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകും. UK-യിലെ ബഹുഭൂരിപക്ഷം പേർക്കും മോർഗേജ് ലോണുകളോ ക്രെഡിറ്റ് കാർഡ് ലോണുകളോ ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ പലിശ നിരക്കുകൾ പൊതുജീവിതത്തെ കാര്യമായി ബാധിക്കുകയും ചെയ്യും. ലേബർ ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാന പ്ലാൻ UK-യിലുള്ള ജോലികളെല്ലാം കൂടുതൽ അട്രാക്റ്റീവാക്കി മാറ്റുക, വിദേശ റിക്രൂട്ട്മെന്റുകൾ പരമാവധി കുറയ്ക്കുക, രാജ്യത്ത് ജോലി ചെയ്യുന്ന എല്ലാവർക്കും മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ സാലറി നൽകുന്ന ആ ഒരു രീതി നടപ്പാക്കിക്കൊണ്ട് ജോലി സ്ഥലങ്ങൾ കൂടുതൽ അട്രാക്റ്റീവാക്കി മാറ്റി പരമാവധി പേരെ ജോലി സ്ഥലങ്ങളിലോട്ട് കൊണ്ടുവരിക എന്നത് തന്നെയാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് രാജ്യത്തെമ്പാടും കൂടുതൽ ട്രെയിനിങ് സെന്ററുകൾ തുടങ്ങാനും ജോലി ചെയ്യുന്നവർക്കെല്ലാം ഉയർന്ന സാലറി നൽകിക്കൊണ്ട് ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്ന രീതി ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്നത്. കൂടുതൽ പേരെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നതിന് പകരം UK-യിലുള്ളവരെ തന്നെ നിലനിർത്തുക, അവർക്ക് ജോലി ചെയ്യാൻ അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കുക, ജീവിത നിലവാരം കൂട്ടുന്നതിന് വേണ്ടി സാലറി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വർധനവ് നടപ്പാക്കുക, ജോലികളിലെ എംപ്ലോയ്മെന്റ് ലോകളെല്ലാം കർശനമായി നടപ്പാക്കുക, ജോലിക്കാരെ ഒരു രീതിയിലും സ്ട്രെസ് ചെയ്യാത്ത നിയമങ്ങളാണ് UK-യിൽ കൊണ്ടുവരുന്നത്. UK-യിൽ നഴ്സിംഗ് ഉൾപ്പെടെയുള്ള പല ജോലികളും കൂടുതൽ മാനസിക സമ്മർദ്ദം നൽകുന്ന ജോലികളാണെന്നും അതുകൊണ്ട് തന്നെ ജോലിക്കാരെ പരമാവധി ഇത്തരം ജോലികളിൽ നിലനിർത്തുക എന്ന സമീപനമാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. സാലറി വർധനവ് നടപ്പാക്കി കൂടുതൽ പേരെ ജോലികളിൽ നിലനിർത്തുന്നതിനുള്ള ശ്രമങ്ങളാണ് ഗവൺമെന്റ് തുടങ്ങിയത്. ലേബർ ഗവൺമെന്റ് അധികാരത്തിലെത്തുന്നതിന് മുൻപേ തന്നെ നടത്തിയ പ്രധാന പ്രഖ്യാപനങ്ങളാണ് NHS ഉൾപ്പെടെയുള്ള തൊഴിൽ മേഖലകൾ പൂർണ്ണമായും റീസെറ്റ് ചെയ്യും. പുതിയ ഒട്ടേറെ ചേഞ്ചുകളായിരിക്കും ഗവൺമെന്റ് കൊണ്ടുവരിക. മികച്ച ചികിത്സ നൽകുന്നതിന് വേണ്ടി NHS-നെ കൂടുതൽ കാര്യക്ഷമമാക്കും, ജോലിക്കാരുടെ സമരങ്ങൾ കുറയ്ക്കും. ഇത്തരം പ്ലാനുകൾ നടപ്പാക്കുന്നതിന് മുൻഗണന നൽകാനും ഗവൺമെന്റ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. ഇത്രയും നാളും കൺസർവേറ്റീവ് ഗവൺമെന്റ് ജോലിക്കാർക്ക് ആവശ്യമായ ഹെൽപ്പും സപ്പോർട്ടും നൽകിയില്ലെന്നും സാലറി വർധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന ആരോപണം ലേബർ പാർട്ടി പലതവണയായി ഉന്നയിച്ചിരുന്നു. അതൊക്കെ നടപ്പാക്കി ജനങ്ങളുടെ വിശ്വാസം നേടുക, വീണ്ടും അധികാരത്തിലെത്തുക, അതുതന്നെയാണ് ലേബർ ഗവൺമെന്റിന്റെ പ്രധാന ലക്ഷ്യവും. UK-യിലെ വിവിധ മേഖലകളിൽ NHS ഹോസ്പിറ്റലുകളിൽ ധാരാളം ഒഴിവുകൾ നഴ്സുമാരുടെ കാര്യത്തിലുണ്ടെങ്കിലും ഇപ്പോൾ ഉടൻ തന്നെ അത്തരം നിയമനങ്ങളൊന്നും നടത്തേണ്ടതില്ല എന്ന തീരുമാനമാണ് പല NHS ഹോസ്പിറ്റലുകളും സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദേശ റിക്രൂട്ട്മെന്റുകൾ ഉടൻ ഉണ്ടാകില്ല. UK-യിൽ ഓൾറെഡി ഉള്ളവരാണെങ്കിൽ ജോലി ലഭിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടായ സാഹചര്യമല്ല. അധികം ഷോർട്ടേജ് നിലനിൽക്കുന്ന ഡിപ്പാർട്ട്മെന്റുകളിൽ പലതും കമ്പൈൻ ചെയ്യുകയോ അത്യാവശ്യമില്ലാത്ത യൂണിറ്റുകളാണെങ്കിൽ അത് അടച്ചിടാനുള്ള നിർദ്ദേശവുമാണ് പല NHS ഹോസ്പിറ്റലുകളും നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേരെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് റിക്രൂട്ട് ചെയ്യുന്ന സാഹചര്യം ഉടൻ ഉണ്ടാകില്ല എന്ന സൂചനകൾ തന്നെയാണ് പ്രധാന NHS ട്രസ്റ്റുകൾ ഇപ്പോൾ നൽകുന്നത്. ധാരാളം അപ്ഡേറ്റുകളാണ് UK-യിൽ വന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ പുതിയ വാർത്തകളുമായി താമസിയാതെ തന്നെ വീണ്ടും കാണാം.